ഫാക്ട്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വീട്ടിൽ പതിവായി കാണുന്ന പ്രശ്നങ്ങൾ, അവയുടെ യഥാർത്ഥ കാരണം, കൂടാതെ എളുപ്പ പരിഹാരങ്ങൾ നോക്കാം. നമ്മിൽ പലരും അറിയാതെ തന്നെ കിച്ചണിൽ ചില വലിയ മിസ്റ്റേക്സ്, അതുപോലെ നിങ്ങളുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ദുർഗന്ധം വരാറുണ്ടോ? ചിലന്തികൾ അടുക്കളയിലെത്താറുണ്ടോ? കൊതുകുകൾ രാത്രി കൂടുതലായി വരുന്നു. ഫ്രീസറിൽ ഒരുപാട് ഐസ് കട്ടകൾ രൂപപ്പെടുന്നു. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം സാധാരണമാണെന്ന് തോന്നുമ്പോഴും അവയ്ക്ക് പിന്നിൽ പലപ്പോഴും സിമ്പിൾ ശാസ്ത്രീയ കാരണമുണ്ട്. ഇന്ന് അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കിച്ചൺ മിസ്റ്റേക്ക് 1: വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരുമിച്ച് സ്റ്റോർ ചെയ്യൽ. പലരും ഫ്രിഡ്ജിൽ സ്പേസ് സേവ് ചെയ്യാൻ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒരുമിച്ച് വെക്കാറുണ്ട്. പക്ഷേ ഇത് വലിയ മിസ്റ്റേക്കാണ്. കാരണം ചില ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് പഴം, ആപ്പിൾ പോലുള്ളവ, എഥിലീൻ ഗ്യാസ് എന്ന നാച്ചുറൽ ഗ്യാസ് റിലീസ് ചെയ്യും. ഈ ഗ്യാസ് നിയർബൈ ഉള്ള വെജിറ്റബിൾസിനെ വേഗത്തിൽ റൈപ്പൻ ആക്കുകയും പിന്നീട് വളരെ വേഗത്തിൽ സ്പോയിൽ ആകാനും കാരണമാകും. ഉദാഹരണത്തിന്, ക്യാരറ്റ് അല്ലെങ്കിൽ ക്യുക്കുംബർ ഫ്രൂട്ട്സിന്റെ അടുത്ത് വെച്ചാൽ അത് സോഫ്റ്റായി മാറുകയും ഫ്രഷ്നെസ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ടേസ്റ്റും ചേഞ്ച് ആവും. പരിഹാരം: ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രിഡ്ജിൽ സെപ്പറേറ്റ് സെക്ഷനിൽ വെക്കുക. ബ്രീതബിൾ ബാഗ്സ് അല്ലെങ്കിൽ പേപ്പർ കവർ ഉപയോഗിക്കുക. കംപ്ലീറ്റ്ലി സീൽഡ് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക. മിസ്റ്റേക്ക് 2: ഹോട്ട് ഫുഡ് നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കൽ. ചൂടുള്ള ഭക്ഷണം നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് വളരെ കോമൺ മിസ്റ്റേക്കാണ്. പക്ഷേ ഇത് ഫ്രിഡ്ജിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ സഡൻലി ഇൻക്രീസ് ചെയ്യുകയും ഇതിനകമുള്ള ഫുഡ് ഐറ്റംസിന്റെ ഫ്രഷ്നെസ് കുറയ്ക്കുകയും ചെയ്യും. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കും. കൂടാതെ ഫ്രിഡ്ജിന്റെ കംപ്രസർ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതിനാൽ ഇലക്ട്രിസിറ്റി ബിൽ കൂടുകയും അപ്ലയൻസ് ലൈഫ് സ്പാൻ കുറയുകയും ചെയ്യും. പരിഹാരം: ഫുഡ് ആദ്യം റൂം ടെമ്പറേച്ചറിൽ 20-30 മിനിറ്റ്സ് കൂളാക്കുക. ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. മിസ്റ്റേക്ക് 3: കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാത്തത്. സിങ്കിൽ നമുക്ക് കാണാത്ത ഫുഡ് പാർട്ടിക്കിൾസ്, ഓയിൽ റെസിഡ്യൂ, സോപ്പ് ഡെപ്പോസിറ്റ്സ് എല്ലാം കെട്ടിക്കിടക്കുമ്പോൾ അത് ബാക്ടീരിയയ്ക്കും ഫംഗസിനും ബ്രീഡിംഗ് ഗ്രൗണ്ട് ആകും. ഇത് സ്ലോലി ബാഡ് സ്മെൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഉദാഹരണത്തിന്, ഡ്രെയിനിൽ ബിൽഡപ്പായ വേസ്റ്റ് കാരണം ക്ലോഗ് ഉണ്ടാവുകയും വാട്ടർ ഫ്ലോ സ്ലോ ആവുകയും ചെയ്യും. പരിഹാരം: ദിവസവും സിങ്ക് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ ബേക്കിംഗ് സോഡ പ്ലസ് വിനിഗർ മിക്സ് ഉപയോഗിച്ച് ഡീപ് ക്ലീൻ ചെയ്യുക. ഡ്രെയിൻ പീരിയോഡിക്കലി ഫ്ലഷ് ചെയ്യുക. മിസ്റ്റേക്ക് 4: പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഓവർ യൂസ് ചെയ്യൽ. ചീപ്പ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, പെർട്ടിക്കുലർലി ഹീറ്റ് എക്സ്പോഷറിൽ ഉപയോഗിക്കുമ്പോൾ ഹാംഫുൾ കെമിക്കൽസ് ലൈക്ക് BPA ഫുഡിലേക്ക് ലീച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ബോഡിയിൽ അക്യുമുലേറ്റ് ആയി ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മൈക്രോവേവിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉപയോഗിക്കുന്നത് റിസ്ക് കൂടുതലാണ്. പരിഹാരം: ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലും BPA ഫ്രീ ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രം തിരഞ്ഞെടുക്കുക. മിസ്റ്റേക്ക് 5: ഓയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കൽ. സെയിം കുക്കിംഗ് ഓയിൽ റിപ്പീറ്റഡ്ലി റീയൂസ് ചെയ്യുമ്പോൾ അതിൽ ഓക്സിഡേഷൻ നടക്കുകയും ടോക്സിക് കോമ്പൗണ്ട്സ് രൂപപ്പെടുകയും ചെയ്യും. ഇത് ഫുഡിന്റെ ടേസ്റ്റും ക്വാളിറ്റിയും ഡീഗ്രേഡ് ചെയ്യുകയും റെഗുലർ യൂസ് ചെയ്താൽ ഹാർട്ട് ഡിസീസ് പോലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഡീപ് ഫ്രൈ ചെയ്ത ഓയിൽ വീണ്ടും ഉപയോഗിച്ചാൽ കളർ ഡാർക്ക് ആവുകയും സ്മെൽ ചേഞ്ച് ആവുകയും ചെയ്യും. പരിഹാരം: ഓയിൽ റീയൂസ് അവോയ്ഡ് ചെയ്യുക. പെർട്ടിക്കുലർലി ഡീപ് ഫ്രൈയിങ് ഓയിൽ റിപ്പീറ്റഡ് യൂസ് ചെയ്യരുത്. ഫ്രഷ് ഓയിൽ ഉപയോഗിക്കുക. മിസ്റ്റേക്ക് 6: വെജിറ്റബിൾസ് വാഷ് ചെയ്ത് സ്റ്റോർ ചെയ്യൽ. പലരും വെജിറ്റബിൾസ് വാങ്ങിയ ഉടനെ വാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പക്ഷേ സർഫേസിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിലനിൽക്കുന്നതിനാൽ അത് ബാക്ടീരിയയ്ക്കും ഫംഗസിനും ഐഡിയൽ എൻവയോൺമെന്റ് ആകും. ഇത് വെജിറ്റബിൾ സ്ലൈമി ആക്കുകയും വളരെ വേഗത്തിൽ സ്പോയിൽ ആക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, ലീഫി വെജിറ്റബിൾസ് വാഷ് ചെയ്ത് വെച്ചാൽ 1 to 2 ഡേയ്സിനകം തന്നെ ഡീക്കേ ആകും. പരിഹാരം: വെജിറ്റബിൾസ് ഡ്രൈ ആയി സ്റ്റോർ ചെയ്യുക. യൂസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം വാഷ് ചെയ്യുക. ആവശ്യമെങ്കിൽ പേപ്പർ ടവൽ ഉപയോഗിച്ച് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുക. മിസ്റ്റേക്ക് 8: ഫ്രിഡ്ജ് ഓവർലോഡ് ചെയ്യൽ. ഫ്രിഡ്ജ് ഓവർഫിൽ ചെയ്താൽ ഇന്റേണൽ എയർ സർക്കുലേഷൻ പ്രോപ്പറായി നടക്കില്ല. അതിനാൽ കൂളിംഗ് അണീവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചില ഐറ്റംസ് ആവശ്യത്തിന് ടെമ്പറേച്ചർ ലഭിക്കാതെ സ്പോയിൽ ആകും. കൂടാതെ ഫ്രിഡ്ജ് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യും. ഉദാഹരണത്തിന്, ബാക്ക് സൈഡിൽ വെച്ച ഫുഡ് ഐറ്റംസ് കൂടുതൽ കോൾഡായും ഫ്രണ്ടിലുള്ളവ വാമായും മാറാം. പരിഹാരം: ഫ്രിഡ്ജിൽ പ്രോപ്പർ സ്പേസിംഗ് മെയിൻറ്റെയിൻ ചെയ്യുക. അൺനെസസറി ഐറ്റംസ് റിമൂവ് ചെയ്യുക. എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. മിസ്റ്റേക്ക് 9: കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യാത്തത്. സെയിം കട്ടിംഗ് ബോർഡ് റോ മീറ്റിനും വെജിറ്റബിൾസിനും ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകും. റോ മീറ്റിലുള്ള ഹാംഫുൾ ബാക്ടീരിയ വെജിറ്റബിൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. ഇത് ഫുഡ് പോയ്സണിംഗ് വരെ ലീഡ് ചെയ്യാം. പരിഹാരം: സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുക.
1 ഫോർ മീറ്റ്, 1 ഫോർ വെജിറ്റബിൾസ്. ഓരോ യൂസ് കഴിഞ്ഞും ഹോട്ട് വാട്ടർ പ്ലസ് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ദുർഗന്ധം വരുന്നുണ്ടോ? സാധാരണയായി ഭക്ഷണം ഡീകേ ആകുകയും ബാക്ടീരിയ വളരുകയും അതിനാൽ ഗ്യാസുകൾ പുറപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇതൊഴിവാക്കാൻ എല്ലാ ഭക്ഷണവും എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുകയും ഫ്രിഡ്ജിന്റെ ഒരു കോണിൽ ചെറിയ ബൗളിൽ ബേക്കിംഗ് സോഡ വയ്ക്കുകയും വീക്ക്ലി ഫ്രിഡ്ജ് നന്നായി വൃത്തിയാക്കുകയും ചെയ്യണം. ബേക്കിംഗ് സോഡ ദുർഗന്ധം ഇല്ലാതാക്കാനും അടച്ചുവെച്ച ഭക്ഷണം ഗന്ധം പ്രചരിക്കുന്നതിനെ തടയുന്നതിനും സഹായിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്ന പഴുത്ത ഭക്ഷണം നീക്കം ചെയ്യുകയും ഷെൽഫുകൾ മൃദുവുള്ള സോപ്പ് അല്ലെങ്കിൽ വിനിഗർ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് ദുർഗന്ധം കുറയ്ക്കാൻ സഹായിക്കും. ഇനി നിങ്ങളുടെ അടുക്കളയിൽ ഒരുപാട് ഉറുമ്പ് ശല്യമുണ്ടോ? അതാണോ നിങ്ങളുടെ പ്രശ്നം? സാധാരണയായി ക്രംസ്, പഞ്ചസാര പോലുള്ള ഭക്ഷണശേഷിപ്പുകളുടെ ഗന്ധം കൊണ്ടാണ് ഉറുമ്പുകൾ ആകർഷിക്കപ്പെടുന്നത്. ഇനി ഉറുമ്പുകളുടെ ശല്യം കുറയ്ക്കാൻ ആദ്യം അടുക്കളയും കൗണ്ടറുകളും വൃത്തിയാക്കുക. ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യണം. ഇതോടെ അവയ്ക്ക് ഭക്ഷണമില്ലാത്തതിനാൽ ഇവ കുറയാൻ സഹായിക്കും. കൂടാതെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനിഗർ സ്പ്രേ ഉപയോഗിക്കുന്നത് ഉറുമ്പുകളുടെ വഴികൾ താൽക്കാലികമായി തടയുകയും അവ അടുക്കളയിൽ എത്തുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇനി കൊതുകുകൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പ്രശ്നക്കാരായിരിക്കും. പ്രധാനമായും രാത്രി സമയത്ത് കാണപ്പെടുന്നു. കാരണം ഇരുണ്ടത്, നമ്മുടെ ശരീരത്തിലെ താപം, പുറത്ത് ശ്വസനത്തിൽ നിന്നുള്ള CO2 ഇന്നൊക്കെ അവയെ ആകർഷിക്കുന്നു. കൊതുകുകൾ വീട്ടിലേക്ക് വരുന്നത് തടയാൻ ആദ്യം ചുറ്റുപാടുമുള്ള സ്റ്റാഗ്നന്റ് വാട്ടർ നീക്കം ചെയ്യേണ്ടതാണ്. കാരണം അകത്തുള്ള വെള്ളത്തിൽ ഇവയുടെ ലാർവെ വികസിക്കുന്നു. കൂടാതെ മോസ്കിറ്റോ റെപ്പല്ലന്റ് ഉപയോഗിക്കുകയും വൈകിട്ട് മുതൽ വിൻഡോകൾ അടയ്ക്കുകയും ചെയ്യുന്നത് കൊതുകുകൾ അടുക്കളയിലോ വീടിനുള്ളിൽ വരുന്നത് കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും. ബാത്റൂം കറുത്ത പാടുകൾ സാധാരണയായി മോയ്സ്ചർ, അതായത് നനവ് കൂടിയപ്പോൾ വളരുന്ന ഫംഗസ്, അതായത് പൊടി അല്ലെങ്കിൽ കൂൺ മൂലമാണ് ഉണ്ടാകുന്നത്. ബാത്റൂം നീണ്ട സമയത്തേക്ക് നനഞ്ഞു നിൽക്കുമ്പോൾ ഇവ വളരുകയും ഭൗതികമായും ആരോഗ്യപരമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് തടയാൻ നിത്യവും ബാത്റൂം വൃത്തിയാക്കുക, ഉപയോഗശേഷം വെന്റിലേഷൻ ഫാൻ ഓൺ ചെയ്ത് എയർ സർക്കുലേഷൻ ഉറപ്പാക്കുക. കൂടാതെ ആവശ്യമുള്ളപ്പോൾ ആന്റി ഫംഗൽ സ്പ്രേ ഉപയോഗിക്കുക. ഇലക്ട്രിസിറ്റി ബിൽ കൂടുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ ചില ചെറിയ ശ്രദ്ധകൾ പാലിച്ചാൽ ബിൽ കുറയ്ക്കാനും എനർജി ലാഭിക്കാനും കഴിയും. ഇലക്ട്രിസിറ്റി ബിൽ ഉയരാൻ പ്രധാന കാരണം സ്റ്റാൻഡ് ബൈ പവറാണ്. നമ്മൾ ഉപയോഗിക്കാത്ത ഡിവൈസസ് പ്ലഗ് ചെയ്തിട്ടും ചെറിയ എനർജി ഉപയോഗിക്കുന്നതും, കൂടാതെ പഴയ അപ്ലയൻസസ്, എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ എനർജി കൂടുതൽ ഉപയോഗിക്കുന്നു. ബിൽ കുറയ്ക്കാൻ ആദ്യം ഉപയോഗിക്കാത്ത ഡിവൈസസ് അൺപ്ലഗ് ചെയ്യുക. പഴയ ബൾബുകൾ മാറ്റി LED ബൾബുകൾ ഉപയോഗിക്കുക. അപ്ലയൻസസ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുക. ഫിൽട്ടറുകൾ വൃത്തിയാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. വസ്ത്രം ശരിയായി ഉണങ്ങാതെ നിന്നാൽ മോശം മണം വരുന്നത് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും. ഇനി അത് തടയാം ചില സിമ്പിൾ ട്രിക്കുകൾ ഉപയോഗിച്ച്. വസ്ത്രങ്ങളിൽ കാണുന്ന മോശം മണം സാധാരണയായി വെറ്റ് ക്ലോത്ത്സ് നീണ്ട സമയം അലസ്യ നിലക്കുകയും ബാക്ടീരിയ ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് വരുന്നത്. ഇത് തടയാൻ ആദ്യം വസ്ത്രം സൂര്യപ്രകാശത്തിൽ സുഖമായി ഉണക്കിയെടുക്കുക. വാഷിംഗ് മെഷീനിൽ ഒരേ സമയം കൂടുതൽ വസ്ത്രം അലക്കാതിരിക്കുക. കാരണം ഇത് പ്രോപ്പർ ക്ലീനിങ്ങിനെയും ഡ്രൈയിങ്ങിനെയും തടയും. ആവശ്യമുള്ളപ്പോൾ വിനിഗർ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് വാഷ് ചെയ്യുന്നത് ബാക്ടീരിയ ഗ്രോത്ത് കുറയ്ക്കാനും വസ്ത്രം മൃദുവുള്ളതാക്കാനും സഹായിക്കും. നിങ്ങളുടെ കിച്ചൺ കൗണ്ടർ സ്റ്റിക്കിയാണോ? ഡസ്റ്റും ഓയിലും ചേർന്നുണ്ടാകുന്ന ഓയിൽ സ്റ്റിക്ക് ഇനി നന്നായി ക്ലീൻ ചെയ്യാം. കിച്ചൺ കൗണ്ടറുകളിൽ കാണുന്ന സ്റ്റിക്കി ഓയിൽ സാധാരണയായി ഡസ്റ്റ് പ്ലസ് ഓയിൽ മിക്സ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇത് നീക്കം ചെയ്യാൻ ആദ്യം വാം സോപ്പി വാട്ടർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക. അവശിഷ്ടം നന്നായി നീക്കം ചെയ്യുക. തുടർച്ചയായി റെഗുലർ വൈപ്പ് ചെയ്യുന്നത് ഓയിൽ സ്റ്റിക്ക് വീണ്ടും ഉണ്ടാകുന്നത് തടയും. അടുക്കള നന്നായി വൃത്തിയുള്ളതും സുഗന്ധമുള്ളതുമാക്കി നിലനിർത്താം. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക. ഫ്രീസർ ഐസ് ട്രേയിൽ ഒരുപാട് ഐസ് ഉണ്ടാകുന്നത് എല്ലാവരും ഒരുപോലെ നേരിടുന്ന ബുദ്ധിമുട്ടാണ്. ഫ്രീസറിലെ ഐസ് ബിൽഡപ്പ് സാധാരണയായി സംഭവിക്കുന്നത് ഫ്രീസർ ഡോർ അധികം തുറക്കുന്നതും അതിലൂടെ വരുന്ന മോയ്സ്ചർ മൂലമാണ്. നമ്മൾ പലപ്പോഴും ആവശ്യത്തിന് കണക്കാക്കാതെ ഡോർ തുറക്കുന്നതും ഭക്ഷണം എടുക്കുമ്പോൾ ചെറുതും കൂടുതൽ ഇടവേളകളോടെ തുറക്കുന്നതും ഇതിന് കാരണമാകുന്നു. മോയ്സ്ചർ ഫ്രീസറിനുള്ളിൽ കണ്ടൻസേഷൻ ഉണ്ടാക്കുകയും പിന്നീട് ഐസായി മാറുകയും ചെയ്യും. ഇതുകൊണ്ട് ഫ്രീസർ എഫിഷ്യൻസി കുറഞ്ഞ് വിദ്യുതി അധികമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. ഇത് തടയാൻ വേണ്ട ശീലങ്ങൾ: അനാവശ്യമായി ഫ്രീസർ തുറക്കാതെ നോക്കുക. ആവശ്യമുള്ള ഭക്ഷണം മാത്രം എടുത്ത് ഡോർ ഉടനെ അടയ്ക്കുക. ആഴ്ചയിലോ 2 മാസവും ഡീഫ്രോസ്റ്റ് ചെയ്യുക. ഇത് പഴയ ഐസ് ബിൽഡപ്പ് മാറാൻ സഹായിക്കും. ഐസ് നീക്കം ചെയ്യാനുള്ള മാർഗങ്ങൾ: ചൂടുവെള്ളം, അതായത് വാം ബോയിലിംഗ് അല്ലാത്ത വെള്ളം ഉപയോഗിച്ച് ഐസ് നനയ്ക്കുക. ഇത് ഒട്ടിച്ചുള്ള ഐസ് വീഴാൻ സഹായിക്കും. പ്ലാസ്റ്റിക് സ്ക്രേപ്പർ അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ച് അലസോരമായ ഐസ് നീക്കം ചെയ്യുക. ഷാർപ്പ് മെറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം.
കാരണം ഫ്രീസറിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ബിൽഡപ്പ് വീണ്ടും ഉണ്ടാകുന്നത് തടയാൻ ഡീഫ്രോസ്റ്റ് നിയമിതമായി ആവർത്തിക്കുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലിൽ ഉണ്ടാകുന്ന മോശം മണം സാധാരണയായി ബാക്ടീരിയയും ഫംഗസും കൂടിച്ചേരുന്നതിന്റെ ഫലമാണ്. ദിവസേന വെള്ളം നിറച്ചുപയോഗിക്കുന്ന ബോട്ടിൽ ശരിയായി വൃത്തിയാക്കാതെ ഇരുന്നാൽ അതിന്റെ ഉള്ളിൽ നനവും ചൂടും കൂടിയ സാഹചര്യത്തിൽ സൂക്ഷ്മജീവികൾ വേഗത്തിൽ വളരാൻ തുടങ്ങും. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്കുള്ളിലെ ചെറിയ ചിരവുകളിലും കവർ ഭാഗങ്ങളിലും ഇവ എളുപ്പത്തിൽ അടിഞ്ഞുകൂടും. ഇതാണ് പിന്നീട് ദുർഗന്ധത്തിന് കാരണമാകുന്നത്. ഇതൊഴിവാക്കാൻ ദിവസേന ബോട്ടിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക എന്നത് വളരെ പ്രധാനമാണ്. കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വിനിഗർ ചേർത്ത് നന്നായി കഴുകുന്നത് ബോട്ടിലിൽ അടിഞ്ഞിരിക്കുന്ന മണവും ബാക്ടീരിയയും നീക്കാൻ സഹായിക്കും. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി അടുത്ത വീഡിയോയിൽ വരാം.